ചിലമ്പണിഞ്ഞ കാളിയമ്മേ കൊടുങ്കാളിയമ്മേ ഇടം കൈയിൽ ശിരസ്സുമായി വാഴുമമ്മേ കാളിയമ്മേ വാലിട്ട് കണ്ണെഴുതും ദേവിയമ്മേ കൊടുങ്കാളിയമ്മേ കൊടുങ്ങല്ലൂരിൻ കാവിലായി വാഴുമമ്മേ കാളിയമ്മേ കനകവയിൽ ചേല ചെത്തിയാടുമമ്മേ കർപ്പൂര കൺതുറന്നു കാണുമമ്മേ. ആദിപരാശക്തിയും ത്രിമൂർത്തി ചൈതന്യവും ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹദായിനിയുമായ തൊഴുക്കൽ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ തൊഴുക്കൽ ഗ്രാമത്തിന്റെ ഹൃദയഭാഗങ്ങളിലൊന്നായ പ്രകൃതി രമണീയതയുടെ പ്രതീകമായ പള്ളിനട വയൽ. ഇത് തൊഴുക്കൽ വടക്കേ തൈത്തോട്ടം സംഹാര രുദ്രന്റെ മാനസപുത്രിയായ തൊഴുക്കൽ ശ്രീ ഭദ്രകാളി അമ്മയെ പൂർവികർ വിളക്കുവെച്ച് ആരാധിച്ചിരുന്ന രണ്ടാമത്തെ സ്ഥാനം. ഈ പനമരച്ചുവട്ടിൽ ദേവി ചൈതന്യം ഭക്തലക്ഷങ്ങളെ രക്ഷിച്ചു പോന്നിരുന്നു. ഈ വൃക്ഷരാജന്റെ ചുവട്ടിലാണ് ഭദ്രകാളി അമ്മ സാന്നിധ്യം ചെയ്തിരുന്ന മൂന്നാം ഇടം. ഇവിടെ ഇന്ന് നെല്ലിവിള സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നു. കാലങ്ങളേറെ കഴിഞ്ഞെങ്കിലും കാതോർത്താൽ ഈ ആലിലകൾ സദാ ദേവീനാമം ജപിക്കുന്നത് കേൾക്കാം. തൊഴുക്കൽ ചെമ്മൺ തട്ട് ദേവി ചൈതന്യത്തെ പല ഭാഗങ്ങളിലായി ആരാധിച്ചു പോന്നിരുന്നുവെങ്കിലും തൊഴുക്കൽ അമ്മ ദിവ്യ സാന്നിധ്യം ചെയ്ത നാലാമത്തെ ഇടം. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി അമ്മയ്ക്ക് സങ്കല്പ പൂജകളും ഉത്സവങ്ങളും നടത്തി വന്നിരുന്നുവെങ്കിലും സ്ഥിരമായൊരു ഇരിപ്പിടമില്ലാതെ അലഞ്ഞ ദേവിയുടെ സാമീപ്യം നാടിനും ജനങ്ങൾക്കും അക്ഷരാർത്ഥത്തിൽ അലച്ചിലുണ്ടാക്കി. അതുമൂലം ദുരിതത്തിലാണ്ട നാട്ടിലെ കളിമൺ കവിതകൾ മെനയുന്ന സമുദായത്തിലെ ഭക്തോത്തമനായ ഒരു കാരണവരിൽ അമ്മ സ്വപ്ന ദർശനം നൽകി. നാലാമതായി വിളക്ക് കത്തിച്ച് ആരാധിച്ചു പോന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയണമെന്നും അതിനുള്ളിൽ അമ്മയെ കുടിയിരുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ദേവി ഹിതമനുസരിച്ച് കാരണവരുടെയും ഭക്തജനങ്ങളുടെയും ശ്രമഫലമായി ദേവി ചൈതന്യം പുഷ്ടിപ്പെടുത്തുന്നതിലേക്കായി കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ക്ഷേത്രം പണിയുന്നതിന് വേണ്ട സ്ഥലം വാങ്ങുകയും അതിനുള്ളിൽ സ്വപ്നതുല്യമായ ക്ഷേത്രം പണിയുകയും അമ്മയെ സ്ഥിരമായി കുടിയിരുത്തി പൂജകളും നൽകി വന്നിരുന്നു. ദേവിയുടെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. നാടിനും നാട്ടാർക്കും വളർച്ചയുടെയും ഉയർച്ചയുടെയും കാലഘട്ടം. തൊഴുക്കൽ അമ്മയ്ക്കുണ്ടായ എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തന്റെ ആശ്രിതരായ മക്കൾക്ക് നൽകി. വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ പഴയ ക്ഷേത്രം പൊളിച്ച് പുതുക്കി പണിയണമെന്ന് ദേവവിധിപ്രകാരം തെളിയുകയും ഗർഭഗൃഹം ഒഴികെ പുനരുദ്ധാരണം നടത്തുന്നതിന് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി ബാലാലയം നിർമ്മിച്ച് തൊഴുക്കലമ്മയെ അതിനുള്ളിൽ കുടിയിരുത്തി പൂജ നൽകിയിരുന്നു. അഗസ്ത്യ ഋഷി തപസ്സനുഷ്ഠിച്ച അഗസ്ത്യ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെയ്യാറിനാൽ ഗ്രാമശ്രീ തുളുമ്പുന്ന തൊഴുക്കലിൽ സർവൈശ്വര്യപ്രദായിനിയായി, അന്നദാനേശ്വരിയായി, സർവചരാചരങ്ങൾക്കും അമ്മയായി തൊഴുക്കലമ്മ
ഈ പുതിയ മഹാക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്നു. ഇതിനായി ഉദാരമതികളുടെ കഠിന പ്രയത്നമുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ജഗദംബികയായ മഹാദേവിയുടെ അനുഗ്രഹമുണ്ട്. മഹാഗണപതിയുടെ തിരുസന്നിധാനം. വിഘ്നങ്ങൾ നാളികേരങ്ങളായി ഈ നടയിലുടച്ച് വിഘ്നേശ്വരനെ നമിക്കാം. മഹാനടൻ അഥവാ മാടൻ തമ്പുരാൻ തൊഴുക്കലമ്മയ്ക്കും അമ്മയുടെ ഭക്തജന ലക്ഷങ്ങൾക്കും കാവലാളായി തൊഴുക്കലിൽ കുടികൊള്ളുന്നു. യക്ഷിയമ്മ ഉഗ്രമൂർത്തി സങ്കല്പത്തിന്റെ മൂർത്തിമദ്ഭാവം. മറുതായ കാലവും ദേശവും കാത്തുസൂക്ഷിക്കുന്നു. മന്ത്രങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രേതാവ് മന്ത്രമൂർത്തി. നാഗരാജാവ്, നാഗയക്ഷി, നാഗകന്യക. സർപ്പശാപശാന്തിക്ക് ഇവിടത്തെ പ്രാർത്ഥനകളും വഴിപാടുകളും ഉത്തമമത്രേ. എല്ലാ മാസത്തിലെയും ആയില്യനാളിൽ ആയില്യപൂജ, ആയില്യ അർച്ചന, നാഗരാഭിഷേകം, നാഗരൂട്ട് എന്നീ പൂജകൾ നടത്താറുണ്ട്. യോഗിയായ ഋഷിവര്യൻ യോഗീശ്വരനും ഗുരുവും ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന് പറയുന്നത് ശ്രീമാൻ കൂട്ടപ്പഴ രാജ്കുമാർ പോറ്റിയാണ് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഈ പൂജാരിമാരുടെ പ്രവർത്തനവും കൊണ്ട്, അതായത് നമ്മുടെ ഇവിടെ പൂജാരിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ ഗ്രാമവും ഈ ദേവാലയവും വളരെ ശോഷിച്ചതും മറ്റും ആയിരുന്നു. അമ്മയുടെ ആ ആദിപരാശക്തിയുടെ ശക്തി കൊണ്ട് ഇന്ന് ഈ നാട് വളരെയധികം സമ്പന്നമായി തീർന്നിരിക്കുകയാണ്. അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇന്ന് സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് സന്താനവും, ധനം അല്ലെങ്കിൽ കർമ്മം, തൊഴില്, പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് തൊഴിലും അമ്മ കനിഞ്ഞ് നൽകുന്നു. അതായത് ഉഗ്രസ്വരൂപിണിയും ശാന്തസ്വരൂപിണിയുമായിട്ടാണ് നമ്മുടെ ഈ ഭദ്രകാളി ദേവി ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്.